ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മീൻകറിയാണ്. മീൻകറി എന്ന് പറയുമ്പോൾ നമുക്ക് പല തരത്തിൽ വെക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. നമുക്ക് വറുത്തരച്ച് വെക്കാം, അല്ലാതെ പച്ചയ്ക്ക് തേങ്ങ അരച്ച് വെക്കാം, കൂടാതെ പുളിയും മുളകും അരച്ച് വെക്കാം, തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കാം. അങ്ങനെ പല വെറൈറ്റീസിൽ നമുക്ക് വെക്കാം. ഇന്ന് ഞാൻ കാണിക്കുന്നത് മിനിമം സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്കെങ്ങനെ അത്യാവശ്യം നല്ലൊരു മീൻ കറി വെക്കാം എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അല്പം തേങ്ങ എടുത്തിട്ടുണ്ട്, ആവശ്യമായ മുളക്, മല്ലി എന്നിവ ചേർത്ത് ഞാനൊന്ന് മിക്സ് ചെയ്തൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. തീ കുറച്ചിട്ടിട്ട് വേണം എപ്പോഴും നമ്മൾ പൊടിവകകൾ ചൂടാക്കാനായിട്ട്. അതിനുശേഷം തേങ്ങയിലേക്ക് ഒരു 4 കഷ്ണം ചുമന്നുള്ളിയും കരിവേപ്പിലയും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പൊടി തണുത്ത ശേഷം അതും കൂടി മിക്സ് ചെയ്ത് ഞാനൊന്ന് പാകത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുവാണ്. അരപ്പ് നന്നായിട്ട് അരഞ്ഞു കിട്ടിയ ശേഷം ഞാൻ ഒരു തക്കാളിപ്പഴം, പച്ചമുളക്, കരിവേപ്പില, അതുകൂടാതെ അല്പം പുളി പിഴിഞ്ഞതും ചട്ടിയിലേക്ക് ഒഴിച്ചു. ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കുവാണ്. ഇതിലേക്ക് നമ്മൾ ചേർക്കാത്തൊരു പൊടി മഞ്ഞൾപ്പൊടി ഉണ്ട്, അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ അരപ്പ് ചേർത്ത മിക്സ് തിളപ്പിക്കാനായിട്ട് അടുപ്പിലേക്ക് വെക്കാം. ഉപ്പ് അല്പം മാത്രം ചേർക്കുവാണ്. പിന്നീട് നമുക്ക് പാകത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഗ്യാസ് കത്തിച്ച് ചട്ടി അല്പം വെള്ളവും കൂടെ അരപ്പിലേക്ക് ചേർത്ത ശേഷം അത് നമ്മളുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് എത്ര വെള്ളം വേണോ അത്രയും വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ആദ്യം അരപ്പ് തിളപ്പിച്ച് എടുക്കാം. അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ചിട്ട ശേഷം മാത്രം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന മീനുകൾ അതിലേക്ക് ഓരോന്നായിട്ട് പെറുക്കി ഇടാം. മൊത്തത്തിൽ നമ്മൾ തട്ടാൻ പാടില്ല, ഓരോന്നോരോന്ന് പെറുക്കി ഇടുക. മീനിട്ട ശേഷം പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കാനും പാടില്ല, വളരെ സൂക്ഷിച്ച് വേണം സൈഡിൽ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാൻ. അരപ്പ് നന്നായി തിളച്ച ശേഷം മാത്രമേ മീൻ ഇടാവൂ. കാരണം മീൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അധിക സമയം ഈ അരപ്പ് തിളപ്പിക്കാൻ പറ്റില്ല. ഓരോ മീനിൻ്റെയും വേവ് അനുസരിച്ച് 5 to 10 minutes ഒക്കെ മാക്സിമം നമുക്ക് ഇട്ടാൽ മതിയാകും. ഇടയ്ക്ക് നമുക്ക് മീനിൻ്റെ വേവ് ഒന്ന് എടുത്ത് നോക്കണം. എത്ര സമയം എടുക്കുമെന്ന് പരിചയമില്ലാത്തവർ ഇടയ്ക്കൊന്ന് നോക്കണം. അപ്പം ഞാൻ നോക്കിയപ്പോൾ മീൻ വെന്തിട്ടുണ്ട്, ഞാൻ ഓഫാക്കി. ഇതിലേക്ക് നമുക്കല്പം ചുമന്നുള്ളി കാച്ചി ഇടാം. അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളകും ചുമന്നുള്ളിയും കരിവേപ്പിലയും കൂടെ മൂപ്പിച്ച് നമുക്ക് ഈ മീൻ കറിയിലേക്ക് ചേർക്കാം. ഇത് ചില നാടുകളിൽ മാത്രം ചെയ്യുന്നൊരു കാര്യമാണ് ഈ അവസാനത്തെ
ഉള്ളി കാച്ചൽ മീൻ കറിക്ക്. അത് ഒരു പ്രത്യേക സ്വാദ് തന്നെ നൽകും. ഇത് ഉടനെ ഇളക്കി കൊടുക്കരുത്. ഇത് ഞാൻ ഓഫാക്കിയ ശേഷവും ആ ചൂടിൽ വരുന്ന തിളയാണ്. ഉടനെ ഇളക്കി കൊടുക്കാതെ അല്പനേരം കഴിഞ്ഞ ശേഷം മാത്രം മീൻ ഉടയാത്ത വിധം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.